السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى: الفتنة أشد من القتل. قال رسول الله صلى الله عليه وسلم: من صمت نجا. سيدنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഖാഫിൻ്റെ വേദിയിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളോട് സംവദിക്കുന്ന വിഷയം ഗീബത്ത്, നമീമത്ത്, സോഷ്യൽ മീഡിയ ഒരു ലൈസൻസ് അല്ല എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് പൊതുകാലത്ത് നാം കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഗീബത്തും നമീമത്തും ഒരടിസ്ഥാനമില്ലാത്ത വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഗീബത്ത് പറയണമെങ്കിൽ ഒരു സദസ്സെന്നാണ് പറയുന്നതെങ്കിൽ അവിടെയുള്ള ആളുകൾ മാത്രമേ കേൾക്കൂ, അവര് മാത്രം അറിയൂ. എന്നാൽ ഈ പുതുകാലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഗീബത്ത് എത്തുകയാണ്, നമീമത്ത് എത്തുകയാണ്. നമ്മൾക്ക് നന്മ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം ആണ് ഈ സോഷ്യൽ മീഡിയ. അത് ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതില്ലെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഗീബത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل اللحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. إن الله عند القرآن നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓ എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിക്കണം, എന്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്? ഊഹങ്ങളിൽ നിന്ന് മിക്കതും അത് വെടിയേണ്ടതാണ്. അതുപോലെ തന്നെ ചില ഗീബത്തുകൾ, ചില ളന്നുകൾ അത് തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികൻ അന്വേഷിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ചിലരെ ഗീബത്ത് പറയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടെന്താ ചോദിക്കുന്നത്? നിങ്ങൾ മയ്യിത്തായ നിങ്ങളെ സഹോദരന്റെ ആ ശവം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് നിങ്ങൾ വെറുക്കുന്നു എന്ന് ഖുർആൻ പറയാണ്. ഓ എൻ്റെ കൂട്ടുകാരെ, ചത്ത ശവത്തെ തിന്നുന്നത് പോലെ ഗീബത്ത് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാൾക്കും ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഒരു പുൽക്കൊടിക്ക് പോലോ നമ്മൾ കാരണമായിട്ടൊരു വേദന ഉണ്ടാവാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതദറൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു.
അപ്പോൾ അല്ലാഹു റസൂലുഹു അഅലം എന്ന് സ്വഹാബാക്കൾ പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണ് ഗീബത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡയലോഗ് ഉണ്ട്, ഉള്ളതല്ലേ നമ്മൾ പറയുന്നതെന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്, ഇനി ഇല്ലാത്തത് പറയൽ ഗീബത്താണ്, പോരാ അത് കളവും കൂടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓ എൻ്റെ ഈമാനുള്ള കൂട്ടുകാരെ, ഒരാൾ ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെ കുറിച്ചാണോ പറഞ്ഞത് അവരോട് പൊറുപ്പിക്കൽ നിർബന്ധമാണ്. അത്രയും വലിയ തെറ്റാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നമീമത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം, അമ്മൻ നമീമതു വഹഖീഖതു അനഖലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദ് എന്ന് മഹാനായ നവവി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ കുറ്റിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണ് നമീമത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരാൾ നമീമത്ത് പറയുന്നുണ്ട് എന്ന വാർത്ത എത്തിയപ്പോൾ ആ സമയത്ത് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത നമീമത്ത് പറയുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന്. ആരാണ് പറയുന്നത്? ലോകത്ത് കളവ് പറഞ്ഞിട്ടില്ലാത്ത നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ കൂട്ടുകാരെ, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഒരു പെണ്ണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ്, പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ കുറിച്ച് തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു നരകത്തിലാണ്. കാരണം എന്താണ്? അയൽവാസിയെ നാവുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണാണ് എന്നാ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഒരു സ്വഹാബിയെ കുറിച്ച് ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താണ് കാരണം? ഒരാളെയും ഗീബത്തും നമീമത്തും പറയാത്ത ജീവിതമായിരുന്നു. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.